ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കാൻബറി കുക്കീസാണ്. ഇതിൽ നമുക്ക് ആദ്യം ഒരു അരക്കപ്പ് ബട്ടർ, അരക്കപ്പ് അല്ലെങ്കിൽ 110 ഗ്രാം ബട്ടർ, നല്ല സോഫ്റ്റ് തണുപ്പൊന്നുമില്ലാത്ത ബട്ടർ, അതിലേക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര പൊടിച്ചത്. പഞ്ചസാര നിങ്ങൾക്ക് ബ്രൗൺ ഷുഗർ വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇത് ഞാൻ ഷുഗർ പൊടിച്ചിട്ടാണ് യൂസ് ചെയ്യുന്നത്. അത് അരക്കപ്പ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ അധികം മധുരം വേണ്ട 1/4 കപ്പ് ഉപയോഗിച്ചാൽ മതി. ആദ്യം ഷുഗറും ബട്ടറും നന്നായിട്ട് മിക്സ് ആക്കുക. നന്നായിട്ട് മിക്സ് ആക്കുമ്പോൾ അതിനകത്തേക്ക് നമുക്ക് കുറച്ച് വാനില എസൻസ് ആഡ് ചെയ്യാം. എന്നിട്ട് അതിലേക്ക് ഒരു പിഞ്ച് സാൾട്ട് ആഡ് ചെയ്യാം. എൻ്റെ കുഞ്ഞുമോൾ ഇതിൽ ബട്ടറൊക്കെ എടുക്കാൻ വേണ്ടി നോക്കുന്നുണ്ട്. അപ്പം അത് നന്നായിട്ട് മിക്സ് ആയതിനു ശേഷം ഈ വാനില എസൻസും ഉപ്പും ഇട്ട് നന്നായിട്ട് മിക്സ് ആയതിനു ശേഷം അതിനകത്തേക്ക് അരിച്ച് വെച്ചിരിക്കുന്ന ഫ്ലോറ് ആഡ് ചെയ്യുക. ഫ്ലോർ ആഡ് ചെയ്തിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് അത് കൈ കൊണ്ട് തൊട്ടാൽ കയ്യിലിങ്ങനെ സ്റ്റിക്ക് ആയിട്ടിരിക്കും. അതുകൊണ്ട് നമുക്കൊരു വിസ്ക് വെച്ചോ സ്പൂൺ വെച്ചോ ഒക്കെ ഇളക്കാവുന്നതാണ്. നന്നായിട്ട് ഇളക്കുക, നന്നായിട്ട് യോജിപ്പിച്ച് മിക്സ് ആക്കിയെടുക്കുക. അതിനകത്ത് നമ്മൾ 1/4 കപ്പ് ഫ്ലോർ ഇട്ടിട്ടുണ്ട്. അത് നന്നായിട്ട് ബട്ടറുമായിട്ട് നന്നായിട്ട് മിക്സ് ആക്കുകയാണ് ചെയ്യുന്നത്. സ്പാറ്റില വെച്ചാണെങ്കിൽ നമുക്ക് കയ്യിൽ ഒട്ടിപ്പിടിക്കാതെ നോക്കാവുന്നതാണ്. നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം അതിനകത്തേക്ക് നമുക്ക് കാൻബറീസ് ഇടാം. എന്നിട്ട് പിന്നെ നമുക്കത് കൈകൊണ്ട് കുഴച്ചെടുക്കാം. കുക്കി ഡോ കൈകൊണ്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം. അപ്പം ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് കയ്യിൽ ഒരുപാട് ഒട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് കൈകൊണ്ട് കുഴച്ചതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ കുറച്ച് ഒരു 10 മിനിറ്റ് 10-15 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ച് യൂസ് ചെയ്താലും മതി. അപ്പം കാൻബറീസ് ഇട്ട് നന്നായിട്ട് ഡോ കുഴച്ചിട്ട് നമുക്ക് കുക്കീസിന് ഒരു സൈസ് നമ്മളെ ഇഷ്ടത്തിന് കയ്യിൽ ഒരു റൗണ്ട് ഷേപ്പിൽ ചെയ്യാവുന്നതാണ്. കറക്റ്റ് എമൗണ്ട് വേണമെങ്കിൽ നമുക്കൊരു സ്പൂണിൽ, ഇതിൽ കാണിക്കുന്ന പോലെ ഒരു സ്പൂണിനകത്തേക്ക് ചെറിയൊരു ലെമൺ സൈസിൽ ഉരുട്ടി, അപ്പോൾ ഒരു ടേബിൾ സ്പൂണിൻ്റെ അകത്ത് ആ സൈസിൽ അളവ് നമുക്ക് കിട്ടാനായിട്ട് അതിനകത്ത് വെച്ചിട്ട്, അപ്പോൾ നമുക്ക് എല്ലാ കുക്കീസിനും ഒരേ സൈസ് കിട്ടും. അപ്പോൾ അത് നന്നായിട്ട് ഷേപ്പ് ചെയ്ത്, അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പ് എടുക്കാം. വേണമെങ്കിൽ നിങ്ങൾക്ക് കുക്കി കട്ടറുണ്ട്, അത് വെച്ച് കട്ട് ചെയ്തും എടുക്കാവുന്നതാണ്. കയ്യിൽ വെച്ച് ഇങ്ങനെ ഉരുട്ടി ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ട് വെച്ചാൽ മതി. ബാക്കി അത് ബേക്കായി വരുമ്പം ഒന്നുകൂടി അത് വലുതായിട്ട് വരും. അപ്പം നമുക്ക് അതിന് വേണേൽ ഫോർക്ക് കൊണ്ട് ഡിസൈൻ വെച്ചിട്ടും ഒരു മോഡൽ ചെയ്യാം. അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കാഷ്യൂസ് ക്രഷ് ചെയ്തിട്ട് കൂടി വെക്കുന്നുണ്ട്. അങ്ങനെ എല്ലാ ഡോയും നന്നായിട്ട് കുക്കിയിട്ട് ഷേപ്പാക്കിയിട്ട് നമുക്ക് ഓവനിൽ നമുക്ക് ഒരു 180 ഡിഗ്രിയിൽ 15-20 മിനിറ്റ്, അതായത് ഏകദേശം കുക്കിയുടെ ഓരോ ഓവനും ഓരോ ടെമ്പറേച്ചർ ആയിരിക്കും. ഞാൻ 180ലാണ് ചെയ്തിരിക്കുന്നത്. അതായത് താഴെയും മേലെയും കോയിൽ വർക്ക് ചെയ്യുന്ന രീതിയിലുള്ള മെത്തേഡിലാണ് വെച്ചിരിക്കുന്നത്, മിഡിൽ പോർഷനിൽ. എന്നിട്ട് നമുക്ക് അതിനകത്തേക്ക് ഓവനിലേക്ക് 15-20 മിനിറ്റ്. നല്ല കളർ വേണമെങ്കിൽ ലാസ്റ്റ് ഒരു അപ്പർ കോയിൽ വർക്ക് ചെയ്യുന്ന രീതിയിൽ മുകളിൽ നിന്നുള്ളൊരു ഹീറ്റ് കൊടുത്താൽ മതി ആവശ്യമുണ്ടെങ്കിൽ. ഇതിൻ്റെ പാകം എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്കത് ഓവനിൽ എടുക്കുമ്പോൾ ഒരു സ്റ്റിക്കി ടൈപ്പ് ആയിരിക്കും. പക്ഷേ കുറച്ച് കഴിഞ്ഞ് തണുത്ത് കഴിയുമ്പോൾ നന്നായിട്ട് സ്ട്രക്ചർ ഹാർഡായിട്ട് വരും. പുറത്ത് ഹാർഡും ഉള്ളിൽ സോഫ്റ്റും ആയിരിക്കും. പിന്നെ അടിഭാഗം ഒരു ബ്രൗൺ കളർ, ലൈറ്റ് ബ്രൗൺ ഷെയ്ഡ് കാണാം. അപ്പോൾ അതാണ് ഏകദേശം സ്ട്രക്ചർ. അപ്പോൾ തൊട്ട് നോക്കുമ്പോൾ തന്നെ വെന്തില്ലാന്ന് വെക്കണം. 15-20 മിനിറ്റ് ആ ഒരു ടൈം മതി ഇത് കുക്കാവാനായിട്ട്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് നല്ല ഭംഗി, ഈ കാൻബറീസൊക്കെ ഇട്ടുമ്പോൾ നല്ലൊരു കളർ വരും. അപ്പോൾ നല്ല ഈസി ആയിട്ട് നമുക്ക് കുക്കി ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. കുട്ടികൾക്കൊക്കെ വീട്ടിൽ അധിക സമയവും വേണ്ട, ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ ഈവനിങ് സ്നാക്സൊക്കെ ആയിട്ട് കുട്ടികൾക്ക്. ഇത് വീറ്റ് ഫ്ലോർ വെച്ചിട്ട് കുഞ്ഞുങ്ങൾക്ക് വീറ്റ് ആൻഡ് റാഗി വെച്ചിട്ടുള്ള റെസിപ്പി ഞാൻ ഇടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.